ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ചീസും പൊട്ടറ്റോയും ഒക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 3 ചേരുവകളൊക്കെ മതിയാവും ഇതിന്. പിന്നെ എല്ലാ സ്നാക്കിലും ഇടുന്ന ഉപ്പ്, മുളക് അങ്ങനെയൊക്കെ പിന്നെ നമ്മള് കൂട്ടൂലല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ 2 പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ പൊട്ടറ്റോ വേവിച്ചത്. അതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞതുപോലെ ഉടച്ചെടുത്തതാണ്. അപ്പോൾ വലിയ 2 പൊട്ടറ്റോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം അരിപ്പൊടിയും ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ 2-3 തണ്ട് മല്ലിയിലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ നല്ല പോലെ കുഴച്ചെടുക്കുക. നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മളെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ഒരു ബോൾസിൻ്റെ ഷേപ്പിൽ നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിലോട്ടൊരു സ്പെഷ്യൽ സീക്രട്ട് ചേരുവ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് വേണം നമുക്കിതിലേക്കുള്ള സ്പെഷ്യൽ സീക്രട്ട് ചേരുവ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മൊസറല്ല ചീസാണ് കേട്ടോ. അപ്പോൾ മൊസറല്ല ചീസിൻ്റെ സ്ലൈസസ് അല്ല കേട്ടോ ഞാൻ ചേർക്കുന്നത്. മൊസറല്ല ചീസ് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം 2 സൈഡിൽ നിന്നും കൂടി ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നും കൂട്ടി കവർ ചെയ്തിട്ട് ചീസ് കാണാത്ത വിധത്തിൽ നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നല്ലൊരു ഷേപ്പിലാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെയാണ് ഇത് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ സ്നാക്കായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഒരാളുടെ വയറ് നിറയും. അപ്പോൾ 4 എണ്ണമാണ് ഇപ്പോൾ ഞാൻ ഈ അളവിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല യെല്ലോ കളറാണ് കേട്ടോ അതിന്. അപ്പൊ ഞാൻ ഇതൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പൊ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒത്തിരി ഓയിലിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്താണെങ്കിലും ഓയിലൊക്കെ ഒന്ന് ചൂടാക്കട്ടെ. എന്നിട്ട് നമുക്കിത് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആവുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ പൊട്ടറ്റോ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആൾറെഡി ബോയിൽ ചെയ്തതാണ്. പിന്നെ അധികം നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പോലെ എണ്ണ ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ചീസ് സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? തിന്നു നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ അല്ലേ എന്ന് പറയാം. ഇന്നത്തെ പതിവ് പല്ലവി തന്നെ. അപ്പൊ നമുക്ക് ഋഷുവിനെ വിളിച്ചു നോക്കാം കേട്ടോ. അവനാണ് ഇങ്ങനത്തെ സ്നാക്കിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പൊ നമ്മളെ ഋഷു എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളത് തിന്നു നോക്കാൻ അഭിപ്രായം പറയാന്. അപ്പൊ ഞാന് ഇതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ആദ്യം. കേട്ടോ കേട്ടോ ചീസ് ഇങ്ങനെ വലിഞ്ഞ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ടേസ്റ്റ് ഉള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ മറ്റൊരു കിഡിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.